ഗ്രീസ് മുതൽ അങ്ങ് ഇന്ത്യ വരെ സാമ്രാജ്യമാക്കി മാറ്റിയ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സ്വന്തം നാട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. യെസ്, മസിഡോണിയരല്ല, ഞാനിപ്പോൾ ഉള്ളത് ഗ്രീസിലെ മസിഡോണിയൻ കിങ്ഡത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള തെസലോനിക്കി എന്ന് പറഞ്ഞ ആ ഒരു ടൗണിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഒരു ട്രെയിനിൽ കയറി നമ്മൾ ഗ്രീസിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ആഥൻസിലേക്ക് പോകണം. അവിടെ ഇന്ന് രാത്രി താമസിക്കണം. നാളെ രാവിലെ അവിടെ നിന്ന് എണീറ്റ് പത്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. അവിടെ നിന്ന് നമുക്ക് ഫെറി എടുത്ത് കപ്പലെടുത്ത് 16 മണിക്കൂർ ദൈർഘ്യമുള്ള കപ്പലെടുത്ത് നമ്മൾക്ക് ഇറ്റലിയിലേക്ക് പോകണം. KLTUK ചോദിച്ചു പോകാം യാത്രയുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇതൊക്കെ എവിടെങ്കിലുമൊക്കെ ഓടിച്ച സംഭവങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ തെസലോനിക്കി എന്ന് പറഞ്ഞ ഇവിടുത്തെ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ടിക്കറ്റ് ഉണ്ട്, യൂറൽ പാസ് ഉണ്ട്. എന്നാലും എന്തോ ടിക്കറ്റ് എന്തോ എടുക്കണം എന്ന് തോന്നുന്നു. പോയി നോക്കട്ടെ. ഐ ഹാവ് എ യൂറൽ പാസ്. സോ ഡു ഐ നീഡ് ടു ഗെറ്റ് സംതിങ് ഫോർ ആഥൻസ്? Yes, Ural pass. Is it necessary to get a seat reservation? Yes. Okay, so I need one. Okay. I'm sorry? Athens. Athens, yeah. Now. Can you show me the valid of Ural? Yeah, sure. If you have a seat selection, give me a window seat. What? Give me a window seat. ഇതിന് പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. ഫ്രീ ആണോ? ചില സമയത്ത് പൈസ 5 യൂറോ എന്തോ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്താ വേണ്ടാത്ത എനിക്കറിയില്ല, വേണ്ടായിരിക്കും. ട്രെയിൻ ടു ആഥൻസ്. ദിസ് വൺ. ഓക്കെ, താങ്ക് യു. ഇതാണ് ട്രെയിൻ ടു ആഥൻസ്. അപ്പോൾ ഗ്രീസിലെ ട്രെയിൻ, ഗ്രീസിൻ്റെ ഫ്ലാഗ് പോലെ ഇല്ലേ ഏകദേശം ഗ്രീസിലെ ട്രെയിൻ. നമ്മൾ ഇതുവരെ ഓക്കെ വേറൊരുതൊന്നും. ഇവരുടെ ട്രെയിനിൽ ഹെലനിക് ട്രെയിൻ എന്നും പറഞ്ഞ് എഴുതിയിരിക്കുന്നത് കണ്ടോ? ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഗ്രീസിൻ്റെ മറ്റൊരു പേരാണ് ഹെലനിക് റിപ്പബ്ലിക് എന്നുള്ളത്. അതാണ് ഹെലനിക് ട്രെയിൻ എഴുതിയിരിക്കുന്നത്. ഇവരുടെ ലോക്കോ വളരെ മനോഹരമായിട്ടുള്ളൊരു ലോക്കോ ആണ്. ഗ്രീസിൻ്റെ ഒരു ഫ്ലാഗിൻ്റെ കളർ ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ലോക്കോ ആണ്. അടിപൊളി ലോക്കോ ആണ്. ട്രെയിൻ എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഹെലനിക് ട്രെയിൻ എന്ന് പറയുന്ന ഇവരുടെ ഗ്രീസിൻ്റെ റെയിൽവേ നെറ്റ്വർക്കിലുള്ള ട്രെയിനിലാണ് നമ്മൾ കയറുന്നത്. ഇതാണ് ഇതിൻ്റെ ട്രെയിൻ ഉൾവശം. കൊള്ളാലോ, അടിപൊളിയാണല്ലോ, നല്ല രസമുണ്ടല്ലേ. നല്ല വൃത്തിയുള്ള ട്രെയിൻ, നല്ല കംഫർട്ടബിളായിട്ടുള്ള സീറ്റാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇരുന്ന് കഴിയുമ്പോൾ പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ എൻ്റെത് കോച്ച് നമ്പർ 2 ആണ്. കോച്ച് നമ്പർ 2ൽ 42 എൻ്റെ സീറ്റ് നമ്പർ. ഈ ട്രെയിനിലും വിജനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. സീറ്റ് റിസർവേഷനൊക്കെ തന്നായിരുന്നു. എനിക്ക് തന്ന സീറ്റിലല്ല ഇരിക്കുന്നത്, ഞാൻ വേറെ സീറ്റിലായിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ നല്ല കംഫർട്ടബിൾ സീറ്റാണ്. എൻ്റെ തോളൊക്കെ പോയി. ഇനി ഈ ബാഗിൻ്റെ വെയിറ്റ് കൂടി, ഈ ബാഗിൻ്റെ വെയിറ്റ് കുറയ്ക്കണം. എനിക്ക് എന്തെങ്കിലും സാധനം നാട്ടിലേക്ക് അയക്കാൻ ഭയങ്കര ചടങ്ങാണ്. ഞാൻ മിക്കവാറും ലണ്ടനിൽ ഷംജിത് ഭായിയുടെ അടുത്തേക്ക് എന്തെങ്കിലും സാധനം കൊറിയർ ചെയ്യണം, സുവനീറുകളൊക്കെ എന്തെങ്കിലുമൊക്കെ കുറയ്ക്കണം. നമുക്കിനി ഇവിടെ നിന്ന് 5 മണിക്കൂറുണ്ട് ആഥൻസിലേക്ക്. 5 മണിക്കൂർ ഞാൻ ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരാളെൻ്റെ അടുത്ത് വന്നേ. അയാളെ കണ്ട പോലീസുകാരനാന്നേ പറയത്തില്ല. ഒരു ബെഗർ നടക്കുന്ന, ഒരു ഹോംലെസ് ആൾ എങ്ങനെയാണ് നടക്കുന്നത് അതേപോലത്തെ ഒരാളെ. അയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഐ എം പോലീസ്, ഷോ മി യുവർ പാസ്പോർട്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ പോലീസാണോ? എനിക്കെങ്ങനെ അറിയാം? അന്നേരം അയാളുടെ മറ്റേ ഈ LAPDക്കാർ ഒരു ബാഡ്ജ് എടുത്ത് കാണിക്കത്തില്ലേ നമ്മുടെ സീരീസിനകത്ത്, റൂക്കി സീരീസിനകത്ത്, അതേപോലെ പോലീസിൻ്റെ ഒരു ബാഡ്ജ് എടുത്ത് കാണിച്ചു തന്നു. എൻ്റെ ID കാർഡും കാണിച്ചു. ഭയങ്കര പൊളൈറ്റായിട്ട് ഗീവ് മി യുവർ പാസ്പോർട്ട് എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് പാസ്പോർട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു. പുള്ളി എൻ്റെ പാസ്പോർട്ട് തുറന്ന് നോക്കി എൻ്റെ വിസയൊക്കെ ചെക്ക് ചെയ്തു. എന്നിട്ട് തിരിച്ചു വന്നു. ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു ഓൾ ഗുഡ്? ഓൾ ഗുഡ്. കാരണം ഈ അനധികൃതമായിട്ട് ഈ രാജ്യമുണ്ടല്ലോ, ഇത് നമ്മൾ തുർക്കിയിൽ നിന്ന് കുറേ ആളുകൾ അനധികൃതമായിട്ട് നമ്മൾ ഇന്ത്യക്കാർ പേര് പറയിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ അമേരിക്ക എന്ന് പറയണതിന് തിരിച്ച് പറഞ്ഞു വിട്ടില്ലേ, അതേപോലെ നാളെ യൂറോപ്പും പറഞ്ഞു വിടും കുറേ എണ്ണത്തിനെ. ഈ തുർക്കിയിൽ നിന്ന് ഇന്ത്യക്കാർ മാത്രമല്ല പല ആൾക്കാരും, ഈ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പല ആൾക്കാരും ഇങ്ങോട്ട് ചാടുന്ന ഒരു റൂട്ടാണ് ഈ ഗ്രീസ് എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇത് ഓൾറെഡി ഷെങ്കനിൽ കയറിയല്ലോ, പല രാജ്യങ്ങളിലേക്ക് ചാടാൻ വേണ്ടി വരുന്ന കുറേ ടീമുകളുണ്ട്. അവർ കാരണം എന്താ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് നാണക്കേടാണ്. എന്താ അവസ്ഥ എന്ന് നോക്കി. ഇതെല്ലായിടത്തും ഉണ്ടാവും, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ആൾക്കാരിങ്ങനെ ഓരോന്ന് വരുത്തി വയ്ക്കും, നമ്മളിതൊക്കെ അനുഭവിക്കുക. ഗ്രീസിലെ ട്രെയിനുകൾ അത്യാവശ്യം നന്നായി പറക്കുന്നുണ്ടല്ലോ. നല്ല പറന്നാണ് പോകുന്നത്. നല്ല സ്പീഡിൽ ഇങ്ങനെ ഗ്രാമങ്ങളൊക്കെ ഇങ്ങനെ കടന്ന് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയല്ലേ. ഫുൾ അവിടെ ഇവിടെയൊക്കെ ഇതേപോലെ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്.
ഇവിടെ മുകളിലും ഉണ്ട്. മുകളിലൊക്കെ ഇങ്ങനെ ഫോട്ടോസ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്. കാലിയാ ട്രെയിൻ, ആരുമില്ല. ഞാനിവിടെ റെസ്റ്റോറൻറ്റിലൊന്ന് പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. ഇതാണ് ട്രെയിനിലെ റെസ്റ്റോറൻറ്റ്. ഉണ്ടോ, ഇങ്ങനെ കസേര ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത്തരത്തിലാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇവിടെ ഞാനൊരു ക്യാപ്പച്ചീനോ എടുത്തു തരാൻ പറഞ്ഞു. ഇവരെനിക്ക് ക്യാപ്പച്ചീനോ എടുത്തു തരും. പിന്നെ ഇവിടെ കുറേ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഹോട്ട് മീൽസ് ഒന്നുമില്ല, ഇതുപോലെയുള്ള സാൻഡ്വിച്ചും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളൂ. പിന്നെ ബിയറും വൈനും ഒക്കെ കിട്ടും കേട്ടോ, കള്ളൊക്കെ കിട്ടും. ഫുഡൊന്നും മര്യാദയ്ക്കില്ല. അവിടെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ ഒരു ക്യാപ്പച്ചിനോ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞാൻ നേരത്തെ വാങ്ങിച്ചു വെച്ച ബിസ്ക്കറ്റ് എൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അത്യാവശ്യം ഇത് കഴിക്കാം. നമ്മൾ രാത്രി 10 മണിയാവുമല്ലോ, റൂമല്ല ഏതാൻസ് എത്താൻ. 10 മണിക്ക് എത്തിയാൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുമോ എന്നുള്ളതാണ് സംശയം. അങ്ങനെ സമയം 10 മണിയാകാറായി. ഞാനിവിടെ അടുത്ത ദിവസത്തെ എങ്ങനെയൊക്കെ പോകണം എന്നൊക്കെ ഉള്ളത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നത് എന്താണെന്നറിയോ, ഇത് യൂറോപ്പിൻ്റെ റെയിൽവേ നെറ്റ്വർക്കാണ്. നമുക്ക് ഇത് വെച്ചിട്ടേ നമുക്കിങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നോക്കി വേണം ട്രാവൽ ചെയ്യാനായിട്ട്. എൻ്റെ പൊന്ന്, ഇത് കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കും. അതുപോലെ വലിയ റെയിൽവേ നെറ്റ്വർക്ക് പോയത്. ഞാനിതിങ്ങനെ നോക്കി ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് എങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത്. ഈ കാണുന്ന സ്ഥലം കണ്ടോ, അയ്യോ അവിടെ പോയി. ഇവിടെയാണ് ബേസിക്കലി മറ്റേ കപ്പലിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്. ഈ മെസീന എന്ന് പറഞ്ഞ സ്ഥലം, ഇവിടെയാണ് ശരിക്കും ട്രെയിൻ കപ്പലിൽ കയറ്റിക്കൊണ്ട് പോകുന്നത്. ഞാനിപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുക. ഞാനിവിടെ ആഥൻസിൽ ഇന്ന് രാത്രി താമസിക്കാനുള്ള റൂം ബുക്ക് ചെയ്തു. നമ്മൾ 10 മണിയാകുമ്പോൾ 10 നമ്മൾ ആഥൻസ് എത്തും. ഇങ്ങനെ നമ്മൾ 600 കിലോമീറ്റർ 5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്ത് തെസലോനിക്കയിൽ നിന്ന് നമ്മൾ ആഥൻസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഗ്രീസിൻ്റെ തലസ്ഥാനമായ ആഥൻസ്. രാത്രി 10:10 600 കിലോമീറ്റർ ഓൺ ടൈമാണ് വണ്ടി ഓടിയെത്തിയത്. ഭയങ്കര സംഭവമൊക്കെ. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ താമസിക്കണം. എന്നിട്ട് നാളെ രാവിലെയാണ് നമുക്ക് ഇവിടെ നിന്ന് പോകേണ്ടത്. ഇനി അവിടെ ഏതൊരു ഹോസ്റ്റലിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗുഡ് ബൈ ഗ്രീസിലെ ട്രെയിൻ. ഇനി നാളെ ഒന്നും കൂടെ നമ്മൾ ഗ്രീസിലെ ട്രെയിനിൽ കയറും. യൂറോപ്പിലെ ഓൾമോസ്റ്റ് എല്ലാ രാജ്യങ്ങളിലെയും ട്രെയിനുകളിൽ ഞാൻ ഈ യാത്രയിൽ കയറുന്നതായിരിക്കും. ദൈവത്തെ ഓർത്ത് നിങ്ങളാരും ട്രെയിൻ യാത്ര ബോറാണെന്ന് പറയരുത്. ഇത് KLTUK യാത്രയാണ്. ഇതിനകത്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചാണ് നമ്മൾ പരമാവധി എല്ലാ സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ട്രെയിനും ബസ്സും ഒക്കെ ആയിരിക്കും. സോ പ്ലീസ്, ട്രെയിൻ യാത്ര ബോറാണെന്ന് പറയരുത്. ഞാൻ എന്നെ കൊണ്ട് മാക്സിമം ബോറാക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സോ പ്ലീസ് അക്സെപ്റ്റ് മൈ അപ്പോളജീസ് ഫോർ ദാറ്റ്. ദൈവമേ, ആഥൻസ് ഇവിടെ എത്തിയപ്പോൾ അദീനയായോ? അദീന എന്നാണോ ഇവരുടെ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്? എന്തായാലും സംഭവം കൊള്ളാം. ഇച്ചിരി വൃത്തിയും മെനയൊക്കെയുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇതൊരു ചെറിയ സ്റ്റേഷനാട്ടോ, വലിയ ആന സ്റ്റേഷനൊന്നുമല്ല. ഇതേപോലെ അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. ഇനി ഇവിടെ നിന്ന് എങ്ങനെ ഞാൻ പോകും ഹോട്ടലിലേക്ക്? എങ്ങനെ പോകും? ഇതിപ്പോൾ ഇവിടെ നിന്നൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ് വരുന്ന സ്ഥലമൊന്നും കാണുന്നില്ലല്ലോ. ഇതെന്ത് സ്റ്റേഷനാണ് ഇത്? ഇങ്ങനെയാണോ ഇവിടെ സ്റ്റേഷൻ? തിരുമാരി ഉടായ്പ സ്റ്റേഷൻ. ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററേ ഉള്ളൂ എൻ്റെ ഹോട്ടലിലേക്ക്. പക്ഷേ ഇവിടെ പബ്ലിക് ട്രാൻസ്പോർട്ടൊന്നും കാണുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാനിവിടെ അടുത്തെങ്ങാനുള്ള ഹോട്ടലിൽ വല്ലതും മുറിയെടുത്താൽ മതിയായിരുന്നു. എനിക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാനൊരു കൊതി. അതുകൊണ്ട് ഞാൻ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട് ഇവിടെ 2 കിലോമീറ്റർ മാറി. കുറേ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ അത് നോക്കി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്താണ് നിയർ ബൈ. ഈ വണ്ടിയുടെ ചേട്ടനുണ്ടല്ലോ, ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിക്കുവാണേ കഹാ ജാരേ ബായിന്ന്. ഞാൻ എന്തോന്ന് കഹാ ജാരേ ബായിന്ന് എന്നോട് ചോദിക്കുന്നവൻ കഹാ ജാരേ ബായിന്ന്. അവന് ഞാൻ ഹിന്ദി അറിയാമെന്ന്. അവനെങ്ങനെ അറിയാം എനിക്ക് ഹിന്ദി അറിയാമെന്ന്? ഞാനിപ്പോൾ ഒരു ടാക്സി ബുക്ക് ചെയ്യുന്നുണ്ട്. അല്ല, എനിക്ക് വേറെ വഴിയില്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് പോകുന്നൊന്നും ഇല്ലല്ലോ. 2 മണിക്കൂർ തണുപ്പത്ത് നടക്കാൻ വയ്യ. എന്തായാലും ഞാൻ ബുക്ക് ചെയ്ത ടാക്സി ഡ്രൈവറിൻ്റെ പേര് അറിയത്തില്ല, കോൺസ്റ്റാന്റിനോസോ അങ്ങനെ എന്തോ ആണ്. അങ്ങനെ എനിക്ക് വണ്ടി കിട്ടി. ഇവനാണ് യെസ്, ഇവനാണ് ഒടുക്കത്തെ ആറ്റിറ്റ്യൂഡ്. 3 ടാക്സി ആപ്പൊക്കെയാണ് ഓണാക്കി വെച്ചിരിക്കുന്നത്. 3 മൊബൈൽ. എന്താ വേണ്ടേ? 3 ഫോൺ, 3 മിനിറ്റുള്ളൊരു യാത്രയ്ക്ക് ഈ വണ്ടി വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത് 10 മിനിറ്റാണ്. ഇത്രയ്ക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ശോകമായിട്ടുള്ള ഒരു സിറ്റി ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇവിടെ മെട്രോ ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ പോകേണ്ട ഡയറക്ഷനിലേക്ക് മെട്രോ ഇല്ല, ബസ് മാത്രമേ ഉള്ളൂ. രാത്രി ആയതുകൊണ്ടായിരിക്കും ബസ്സൊന്നും ഇല്ലാത്തത്. മറ്റടുത്ത പരിപാടിയാണ്. അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ഹോസ്പിറ്റൽ ലൊക്കേഷനിൽ കൊണ്ടുപോയി അവൻ ഫോണിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ കയറിയപ്പം പോലെ അവൻ ചൊറിച്ചിലാണ് അവനെ. ഞാൻ കയറിയപ്പം പോലെ അവന് ഒരുമാതിരി അവന് എന്നെ ഇഷ്ടപ്പെടാത്ത പോലെ അവന് എന്തോ ഒരുമാതിരി. എന്നിട്ട് ഞാനൊന്നും പറയുന്നില്ല. ആ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാപ്പൊന്നും നോക്കില്ല, നിർത്താൻ പറഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ ഇവിടെ കൊണ്ട് നിർത്തി. ദൈവമേ, ഇവിടെ മൊത്തം ബംഗ്ലാദേശികളും
ഇന്ത്യക്കാരും അവരിവരൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ദിസ് ഈസ് നോട്ട് വാട്ട് ഐ എക്സ്പെക്റ്റഡ് ഹിയർ. എനിക്ക് തോന്നുന്നു ഇത് ഏത് ഭാഗമാണെന്നോ എന്തോന്നോ ഒരു ഐഡിയയും കുന്തം കിട്ടുന്നില്ല. ഞാൻ ഇവിടെ ഏതോ ഒരു ഹോസ്റ്റലിലാണ് ബുക്ക് ചെയ്തിരിക്കുന്ന റൂം. എന്തായിരിക്കും അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. ഇത് രാത്രിയിൽ കടയൊക്കെ ഓപ്പണാണ് പലതും. ഇതെന്തോന്ന് വണ്ടിയത്? ഓ മൈ ഗോഡ്. ഇവിടെയാണ് എൻ്റെ ഹോസ്റ്റൽ. ഓ എവിടെ? യെസ്, ഇതാണ് എൻ്റെ മുറി. ആഹാ, അടിപൊളി. നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ കയറിപ്പോകുമ്പോൾ ഒരു മണമില്ലേ, അതേപോലത്തെ ഒരു മണം. ആഹാ, നോക്കൂ. ഇതേ ഈ റൂമിന് 3000 രൂപയ്ക്കാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. 3000 രൂപ. കോസ്റ്റ് കട്ടിങ്ങാണ്. എന്താണെന്നറിയോ, നമ്മൾ കപ്പലിൽ പോകില്ലേ, ആ കപ്പൽ ഇച്ചിരി എക്സ്പെൻസീവാണ്. ആ കപ്പലിൽ എനിക്ക് ഏകദേശം 23,000 രൂപയായി. ഏകദേശം 230 യൂറോ. 16 മണിക്കൂർ. മറ്റേ രാത്രി ഓവർനൈറ്റ് കപ്പലല്ലേ, അപ്പോൾ ഞാൻ ഫെറി എടുത്തായിരുന്നു. മറ്റേ ഇതെടുത്തായിരുന്നു, പ്രൈവറ്റ് റൂം എടുത്തായിരുന്നു. കുറച്ച് എക്സ്പെൻസീവായി. അപ്പോൾ 2-3 ദിവസത്തേക്ക് ഇനി കുറച്ച് കോസ്റ്റ് കട്ടിങ്ങാണ്. അപ്പോൾ ഇത് ശരിക്കും എന്താ പറയുക, ഇതൊരു ഹോസ്റ്റലാണ്. ഹോസ്റ്റലിൽ ഡോർമെറ്ററി ഉണ്ട്, പക്ഷേ നമുക്ക് ഡോർമെറ്ററി പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരു പ്രൈവറ്റ് റൂം എടുത്തു. സിംഗിൾ ബെഡുള്ള മുറി. കംഫർട്ടബിളാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് കയറി വന്നപ്പോഴത്തേക്കിനും എനിക്ക് തോന്നുന്നു നല്ല മറ്റേ ഇത് പെസ്റ്റ് കൺട്രോൾ എന്തോ പരിപാടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു മണവും പിന്നെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ പോകുന്ന പോലത്തെ ഒരു മണം, അങ്ങനത്തെ എന്തോ സെറ്റപ്പൊക്കെയാണ്. നോട്ട് ബാഡ്, ക്ലീനാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫുഡ് വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. പുറത്തു പോയിട്ട് രാത്രി 11 മണിയായി. ഹോസ്റ്റലാണല്ലോ, ഹോസ്റ്റലിൻ്റെ ലിഫ്റ്റാണല്ലോ, ഫുള്ള് സ്റ്റിക്കറുകളാണ്. അതൊക്കെ ഇതിൻ്റെ ലിഫ്റ്റൊക്കെ നമുക്ക് എന്ത് സെറ്റപ്പാക്കി വെച്ചേക്കുവാണെന്ന്. താഴെ മേളിലും എല്ലായിടത്തും സ്റ്റിക്കറാണ്. എനിക്ക് വയ്യ, ഒന്നും പറയണ്ട, നല്ല അടിപൊളി സ്റ്റിക്കറുകളല്ല മോനെ. ഇത് ഇന്ത്യൻ ഭാഷയല്ലേ എഴുതി വെച്ചേക്കുന്നത്. അതിൻ്റെ മേളിൽ നിന്ന് മാസ്റ്റർ ഇന്ത്യൻ ബസാർ. അടിപൊളി. ഇതിനി ഇവിടുത്തെ ഇന്ത്യൻ സ്ട്രീറ്റോ അങ്ങനെ വല്ലതും ആണോ? അതെ, ഇതെന്താണ്, അറബി ഉറുദുവോ? ദൈവമേ. ഷാൻഡോ ഷോപ്പിംഗ് സെൻറ്റർ. ഇതൊക്കെ കണ്ടിട്ടൊരു ഇന്ത്യൻ ലുക്ക് ഉണ്ടല്ലോ മൊത്തത്തിൽ എല്ലാത്തിനും. മറ്റേ മൈഗ്രൻസാ, പഞ്ചാബികളും ബംഗ്ലാദേശികളും അവരിവരും എല്ലാവരും ഉണ്ട്. ഇതേ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഇത് ടേസ്റ്റ് ഓഫ് ഇന്ത്യ തന്തൂരി ആൻഡ് ഗ്രില്ല്. ഞാൻ വേറൊരിടത്തേക്കാണ് പോകുന്നത്. ആ കടയുടെ പേര് കണ്ടോ, നൂർജഹാൻ മിനി മാർക്കറ്റ്. അടിപൊളി. ഇത് എന്തോന്നടേ ഇത് താഴെയൊക്കെ? എൻ്റെ പൊന്നു. ബെസ്റ്റ് ബംഗ്ലാ ഫുഡ്, അതും ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണല്ലോ. റോയൽ കറി ഹൗസ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഓ മൈ ഗോഡ്, ഇതൊക്കെ അടുത്തടുത്താ. അതായത് ഇവിടുത്തെ സ്റ്റൈലേ അല്ല. നമ്മളൊക്കെ മറ്റു നാട്ടിൽ പോയിട്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പോലെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ എനിക്ക്. നൂർജഹാൻ മിനി മാർക്കറ്റും ബാക്കിയുള്ള ബംഗ്ലാ ഫുഡും. ഇവിടെ ബംഗ്ലാദേശികളാണെന്ന് തോന്നുന്നു കൂടുതലും. ഇത് എന്തോന്നടേ ഇത്? എല്ലാ ഷട്ടറുകളിലും അതും ഇതുമൊക്കെ വരച്ച് വെച്ച് വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. ജാൻ കഫേ, സ്പൈസി ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ്, യോ ഫാസ്റ്റ് ഫുഡ്. വെറുതെ അല്ല, ഞാൻ ഈ ഏരിയ എനിക്കൊന്ന് ഇവിടെ മൊത്തം നമ്മുടെ ആൾക്കാരാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ മൊത്തം ഇത് വേറൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഇന്ത്യൻ സ്റ്റോർ. ഞാൻ ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത്. പഞ്ചാബ് ടിക്ക റെസ്റ്റോറൻറ്റ്. ഇത് പഞ്ചാബികളുടെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഗൈസ്, ഇത് പഞ്ചാബികളല്ല, ഇത് പാകിസ്ഥാനികളാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവിടുത്തെ ഫുഡെല്ലാം പാകിസ്ഥാനി ഫുഡാണ്. പാകിസ്ഥാൻ ടൈപ്പ് കറികളും സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പഞ്ചാബിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പഞ്ചാബികൾ ആരും ഇല്ല. അവിടെ നിൽക്കുന്ന ആ പുള്ളി പാകിസ്ഥാനിയാണെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ പഞ്ചാബി പാട്ടൊക്കെ വെച്ച് ഒരു ആംബിയൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവർ കംപ്ലീറ്റ് പാകിസ്ഥാനികളാണ്. ഇതാണ് ഇവിടെ നിന്ന് കഴിക്കുന്നവരും എല്ലാവരും ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനികളായിട്ടുള്ള ആളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഒരു പാകിസ്ഥാനി റൊട്ടിയും ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ലോക്കൽ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ തന്നെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ട്. സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഇച്ചിരി മിൻറ്റ് ചട്നി കൊണ്ട് തന്നിട്ടുണ്ട്, സലാഡും കൂടെ ചേർത്ത്. ഗൈസ്, ഇത് ഗ്രീക്കുകാരുടെ ഗ്രീസ് അല്ല. ഇത് നമ്മൾ ഇന്ത്യക്കാരുടെയും ബംഗ്ലാദേശികളുടെയും പാകിസ്ഥാനികളുടെയും ഗ്രീസാണ്. ഇത് തനി പാകിസ്ഥാനി റൊട്ടി. എനിക്ക് 2 പറയണ്ടായിരുന്നു, 1 പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് ചിക്കൻ കടായി, മറ്റേ ചിക്കൻ കറായിയോ അങ്ങനെ എന്തൊരു സാധനം, കറാച്ചി ചിക്കനോ അങ്ങനെ എന്തൊരു സാധനം. ഇതാണ് സംഭവം ഫുഡ്. റൊട്ടി ഫ്രഷാണ്, കറിയൊക്കെ ഉണ്ടാക്കി വെച്ച കറിയാണ്. അതിങ്ങനെ ചൂടാക്കി കൊണ്ട് തവയിലിട്ട് കൊടുത്ത് പൊള്ളി. അടിപൊളിയാണല്ലോ, നല്ല ടേസ്റ്റ്. ഇപ്പോഴാണെങ്കിലും കാര്യം മനസ്സിലായി, ഇത് പാകിസ്ഥാനിലെ പഞ്ചാബാണ്. മനസ്സിലായോ? ഇത് നമ്മുടെ പഞ്ചാബി ഫുഡല്ല, ഇത് പാകിസ്ഥാനിലെ പഞ്ചാബിൽ നിന്നുള്ള ആളുകളുടെ ഫുഡാണ്. പഞ്ചാബ് 2 ഇടത്തും ഉണ്ടല്ലോ. അപ്പോൾ അതാണ് അവർ പഞ്ചാബ് ടിക്ക റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴാണ് എനിക്ക് ആ ഡിഫറൻസ് പിടിയിട്ടത്. പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിനെക്കാട്ടി വിലയുണ്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റൊക്കെ എഴുതി കഴിഞ്ഞാൽ.
അതാണ് സംഭവം. ഞാനേ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ ആ കഴിച്ച അത്രയും ഭക്ഷണത്തിന് എത്ര രൂപയെന്ന് അറിയോ? 2 റൊട്ടി, ഒരു വലിയ ചിക്കൻ കറി, ഒരു ചായ വാങ്ങിച്ചായിരുന്നു, ഒരു കുപ്പി വെള്ളം. ഇത്ര എല്ലാം കൂടെ 6 യൂറോ. 6 യൂറോ എന്ന് പറഞ്ഞാൽ 500 രൂപ ആ റേഞ്ചിലായുള്ളൂ. ഇതുപോലൊരു സ്ഥലത്ത് ഞാനൊരു കൊള്ളാവുന്നൊരു വലിയൊരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുകയാണെങ്കിൽ 6 നിൽക്കില്ല, 16-20 യൂറോ, 10-20 യൂറോ വരും ഇതെല്ലാം കൂടി. അത് ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി കാര്യങ്ങൾ പറയാം. അവിടെ നിന്ന് എന്തോ പാട്ടൊക്കെ കേൾക്കുന്നില്ലേ? എന്ത് പാട്ടാ കേൾക്കുന്നേ? ഹായ് 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 ഹായ്. ഞാൻ ആ റെസ്റ്റോറൻറ്റിലെ ആളിനോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞാണ് ഇവിടെ കംപ്ലീറ്റ് പാകിസ്ഥാനികളും അതേപോലെ തന്നെ ബംഗ്ലാദേശികളുമാണെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇന്ത്യക്കാരുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും ഇന്ത്യക്കാർ കുറവാണ്. ഈ ഏരിയ കംപ്ലീറ്റ് പാകിസ്ഥാനും ബംഗ്ലാദേശികളുമാണ്. ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ് ഭൂരിഭാഗം 90% പാകിസ്ഥാനികളുടെയും ബംഗ്ലാദേശികളുടെയും ആണെന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. അവിടെ അടിയുണ്ടാവുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ഇന്ത്യക്കാരായിരിക്കും, പക്ഷെ അല്ല കേട്ടോ, മൊത്തം ബംഗ്ലാദേശികളും പാകിസ്ഥാനികളുമാണ്. ദൈവമേ, ഞാനിത് എവിടാ വന്ന് പെട്ടത്? ഇതല്ല എൻ്റെ ഗ്രീസ്, എൻ്റെ ആദംസ് ഇങ്ങനല്ല. കഴിച്ച മണമുണ്ടല്ലോ, എപ്പോഴും കയ്യിൽ നിന്ന് പോകുന്നില്ല. അതാ പാകിസ്ഥാനി ഫുഡിനാണ് ആ ടേസ്റ്റ് അത്രയും. സമയം രാത്രി 11:30 ഇതുപോലൊരു സ്ഥലത്തൂടെ രാത്രിയിൽ ഇങ്ങനെ നടക്കുന്നത് പോലും സേഫല്ല. ആരെന്താണെന്നൊന്നും അറിയില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ഹോസ്റ്റലിലെത്തി ഭാഗ്യം. പക്ഷേ എനിക്ക് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകാൻ തോന്നുന്നില്ല. എനിക്കിവിടെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കറങ്ങി നടന്നൊന്ന് കാണണമെന്നുണ്ട്. എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നൊക്കെ. മൊത്തത്തിലൊരു വശപ്പശ കാണിവിടെ. ഇതൊക്കെ എന്തു ഇതെല്ലാം നശിപ്പിച്ച് വെച്ചിരിക്കുന്നു നോക്ക്. ഓരോ സംഭവങ്ങൾ, എല്ലാ ഷട്ടറുകളും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ നസീർ ഇലക്ട്രോണിക്സ് ബസാർ. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഈ യൂറോപ്പിൻ്റെ അവസ്ഥ. ഇതുപോലെ നമ്മളെ ഓരോ ഇമിഗ്രൻസിനെ കയറ്റിയിട്ട് ആ രാജ്യം നശിപ്പിച്ച് നാരായണക്കല്ലാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഇത്രയും ടെററായിട്ടുള്ളൊരു സ്ഥലം ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. UK പോലും ഇല്ല ഇത്രയും ടെററായിട്ടുള്ള അവസ്ഥ. അതിനിടയ്ക്ക് ചൈനക്കാരും ഉണ്ട് കേട്ടോ. ഇത് ചൈന. ഇവിടൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. അതെ, VIP, ദേശി, ഇതൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയേക്കുന്നത്. അതെ, നിങ്ങൾ ആരെങ്കിലും ഇവിടെ ആഥൻസിൽ വരികയാണെങ്കിലേ ഇതുപോലുള്ള സ്ഥലത്തൊന്നും വന്ന് റൂം എടുക്കരുത്. ഇതുണ്ട് ഇതെന്താണ് പാക് ടക്കാട്ടക് റെസ്റ്റോറൻറ്റ്. ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുന്നതല്ല, എനിക്ക് തന്നെ സത്യം പറഞ്ഞാൽ ഭയമാവുന്നു ഇതിലൂടെയൊക്കെ നടക്കുമ്പോഴും ഇവിടുത്തെ ഈ ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും. ആളുകളൊക്കെ എന്നെ വല്ലാണ്ട് തുറച്ചു നോക്കുന്നു, വേറൊരു രീതിയിലൊക്കെ നോക്കുന്നു. സോ എനിക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. ഇൻസെക്യൂരിറ്റി എന്നാണോ അതിന് പറയുക, എനിക്കറിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയം ഫീൽ ചെയ്യുന്നു. ഞാൻ തിരിച്ചു പോവാം, മതിയായി. ഷെറെ ബംഗ്ല മിനി മാർക്കറ്റ്, ബംഗ്ലാദേശ്, ഇന്ത്യൻ, പാകിസ്ഥാനി ഫുഡ്സ്, ഇത് ഇതുകൊണ്ട് എല്ലാം ഇങ്ങനത്തെ പരിപാടികളാണ്. കണ്ടില്ലേ മൊത്തം. ഇതെൻ്റെ ഹോസ്റ്റലിൻ്റെ താഴെയാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും നല്ല നല്ല ഹോട്ടലിൽ എടുക്കുക കേട്ടോ. ഇല്ലെങ്കിലേ ഹോട്ടലിൽ നിന്ന് വരെ ഷഡ്ഡി വരെ അടിച്ചുകൊണ്ട് പോകും. അങ്ങനത്തെ അവസ്ഥയായിരിക്കും. ഞാൻ എന്നാലും ഈ ഒരു രാത്രി മാത്രമേ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് ഭാഗ്യമായിട്ട് ഇപ്പോൾ ഒന്നും പറയണ്ട. എന്നാലും ഹോസ്റ്റലിൽ സെക്യൂരിറ്റി ഇല്ല, റിസപ്ഷനിസ്റ്റ് ഉണ്ട്. ഹോസ്റ്റലിൻ്റെ മേളിൽ എന്തോ റൂഫ് ടോപ്പിൽ എന്തോ ബാറൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതിവിടുത്തെ കമ്മ്യൂണിറ്റി ഹാളാണ്. കമ്മ്യൂണിറ്റി ഹാളിൽ നമുക്കിവിടെ ആളുകൾക്ക് വന്നിങ്ങനെ ചില്ലായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലം. അതായത് നമുക്ക് എന്താ പറയുക, ഹോസ്റ്റലല്ലേ, അപ്പോൾ റൂമിൽ ഡോർമിറ്ററീസ് ആയിരിക്കുമല്ലോ കൂടുതലും. അപ്പോൾ അങ്ങനെ ഡോർമിറ്ററീസ് ഉപയോഗിക്കുന്നവർക്ക് എന്താ പറയുക, അവിടെ ഇരുന്ന് സംസാരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കും. അതാണ് സെറ്റപ്പ്. ഞാൻ എൻ്റെ ആ ഹോട്ടലിൻ്റെ മുകളിലേക്ക് വന്ന് കയറിയേ. താഴത്തെ ആ ഒരു സെറ്റപ്പ് ഇതാണ് നമുക്ക് കാണുന്നത്. കണ്ടില്ലേ, താഴത്തെ ആ ഒരു സെറ്റപ്പാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോഴത്തേക്കിനും ഇവിടെ അങ്ങ് ദൂരെ എനിക്ക് കാണുന്നതാണ് അക്രോപോളിസ്. 5th സെഞ്ച്വറിയിലെ ആ ഒരു ഗ്രീക്ക് ടെമ്പിൾ കോംപ്ലക്സ് ആണ് ആ കാണുന്നത്. ശരിക്കും ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും പോയി കാണേണ്ട ഒരു കാഴ്ചയാണത്. പിന്നെ ഇവിടെ നിന്ന് കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം അവിടെ ഇവിടെയൊക്കെ. അതൊക്കെ നമുക്ക് സമ്മറിൽ ഗ്രീസ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പിന്നീട് വരുമ്പോഴത്തേക്കിനും ഇതൊക്കെ പോയി കാണാം. ഇവിടെ മേളിലൊരു ബാറുണ്ട്, പക്ഷേ ഇവിടെ ആരും ഇല്ല, എല്ലാവരും താഴെ ഇരിക്കുക. നല്ല കേട്ടോ, കുറച്ച് ആൾക്കാരുണ്ട്, ഒരു 5-6 പേരൊക്കെ ഉണ്ട് അകത്ത്. എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ആ ഒരു സിറ്റിയുടെ ഒരു വലിയൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. ഭയങ്കര ഭംഗിയായിരിക്കും രാവിലെ. ഞാൻ രാവിലെ കാണിച്ചു തരാം ബാക്കിയുള്ളതൊക്കെ.
ഇതും ശരിക്കും ഒരു താഴ്വാരം പോലെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. ചുറ്റിനും മലകൾ കാണാൻ എനിക്ക്. മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കിനും സിറ്റി എന്ത് ഭംഗിയല്ലേ. താഴെ പോയി നമ്മൾ കണ്ടതല്ലേ എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത്. താഴേക്ക് നോക്കുമ്പോഴത്തേക്കിനും താഴെ പോകുമ്പോഴത്തേക്കിനും മുകളിൽ നോക്കുമ്പം എന്തായാലും ഒരു പ്രത്യേക ഭംഗിയാണ്. ഏതൻസ് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. ഗ്രീസിൽ ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു മലയാണ് ആ കാണുന്നത്. ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന മല. അത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫുൾ എപ്പിസോഡ് തന്നെ അതിൻ്റെ ചെയ്യണം. എന്തായാലും നാളെ എനിക്കത് പോകാനുള്ള സമയം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം അത് രാവിലെ തുറക്കും, പക്ഷേ അത് പോകാനുള്ള സമയം എനിക്ക് നാളെ ഇല്ല. കാരണം അത് പോയി കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 2-3 മണിക്കൂർ വേണ്ടി വരും അത് കണ്ടു തീർത്തിട്ട് വരണമെങ്കിൽ. എന്തായാലും റൂമിലെത്തി തിരിച്ച്. ഭയങ്കരമായിട്ടോ ഞാൻ പുറത്ത് കണ്ട കാഴ്ചകൾ ബാക്കിയുണ്ടാവും. ഞാൻ നാളെ രാവിലെ കാണിച്ചു തരാം. ഉറങ്ങട്ടെ ഇപ്പോൾ കിടന്നു. ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ ഇൻ ആഥൻസ്. രാവിലെ എണീറ്റ് കുളിച്ച് ഫ്രഷായി എന്തെങ്കിലും മമ്മം കിട്ടുമോ എന്തെങ്കിലും നോക്കി ഇറങ്ങിയതാണ്. രാവിലെ എണീറ്റ് വന്നപ്പോഴാണ് മഴ എന്നില്ല. ഇവിടെ ഫുള്ള് മഴ പെയ്ത് കിടക്കുകയാണ്. എന്ത് കാലാവസ്ഥയാണെന്ന് എനിക്കറിയില്ല. ഈ സമയത്ത് ഇവിടെ മഴ. ദാറ്റ്സ് വെരി സ്ട്രേഞ്ച്. അയ്യോ ഒന്നും പറയണ്ട. എന്തായാലും ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഒരു സ്ഥലം വൃത്തികേടാക്കി ഇടാൻ പറ്റുമെന്ന് ഞാനിപ്പോഴാണ് കാണുന്നത്. പണ്ട് ഈ രാജ്യമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്ന രാജ്യമായിരിക്കും. ഈ പറഞ്ഞ പോലെ ഇമിഗ്രൻസ് ഒക്കെ വന്നിട്ട് സത്യം പറഞ്ഞാൽ എന്നാൽ വരുമ്പം അതൊന്ന് വൃത്തിയാക്കിയെങ്കിലും വെക്കണ്ടേ. അത് ഈ പറഞ്ഞ പോലെ ഓരോരോ പരിപാടികൾ കാണിച്ച് വൃത്തികേടാക്കി ചളമാക്കി കൊണ്ടുപോകും. ഇതൊക്കെ എന്തുവാ ഇത് ആര് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇനി ഇത് ഇവരോടുള്ള പ്രതിഷേധം കാരണം ഇവിടുത്തെ ആൾക്കാർ ചെയ്യുന്നതാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതുണ്ടല്ലേ നമ്മുടെ നട്ട്സും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് വെച്ച് വിൽക്കുകയാണ് ഇങ്ങനെ പരിപാടികളൊക്കെ. നോക്കി ശരിക്കും ഇത് തനി ബംഗ്ലാദേശി കൾച്ചറാക്കി മാറ്റിയിരിക്കുകയാണെന്ന് തോന്നി ഇവർ. കണ്ടില്ല നോക്കി നാട്ടിലെ പോലത്തെ കടകൾ എല്ലാം അതുപോലെ സെയിം സംഭവം. അതേ മുറുക്കി തുപ്പിയിട്ടിരിക്കുന്നത് ഇവിടെ ഉണ്ട് ഗൈസ്. നോക്ക് കണ്ട എല്ലായിടത്തും മുറുക്കി തുപ്പിയിട്ടിരിക്കുകയാണ്, വൃത്തിയേടാക്കി ഇട്ടിരിക്കുകയാണ്. ദൈവമേ എല്ലാം മുറുക്കി തുപ്പിയിട്ടും ചിരട്ടി വലിച്ച് കുറ്റിയിട്ട് കുറ്റിയൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നാലും മുറുക്കി തുപ്പിയിടലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് വേറൊരു വിദേശ രാജ്യത്ത് കാണുന്നത്. സംഭവം ലണ്ടനൊക്കെ ഏകദേശം ഇതേപോലെ ആയി മാറിയെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ വൃത്തിയുണ്ട്. ഇത് തീരെ വൃത്തിയില്ലാത്ത അവസ്ഥയായി മാറി. എന്തോ അനൗൺസ്മെന്റ് ഒക്കെ ആയിട്ട് പോകാനുള്ളവര്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ നിർത്തി. ബംഗ്ലാ ടൗൺ മിനി സൂപ്പർ മാർക്കറ്റ്. അതായത് ഞാൻ പറഞ്ഞില്ലേ ഈ ഏരിയ മൊത്തം ബംഗാളികൾ, അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള ബംഗാളികളും പാകിസ്ഥാനികളുമാണ് ഈ ഏരിയ മൊത്തം എന്താ പറയുക കൈയടക്കി വെച്ചിരിക്കുന്നത്. പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും. പോസ്റ്റർ വരെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ കീറിപ്പറിഞ്ഞ പോസ്റ്ററുകൾ. അതായത് ഹിന്ദിയോ ബംഗാളിയോ അല്ലാതെ ഉറുദു അല്ലാതെ വേറെ ഒരു ഭാഷയും അറിയാത്ത ആളുകളാണ് കൂടുതൽ ഇവിടെ ഉള്ളതെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ധാക്ക മാർക്കറ്റ് ഹോൾസെയിൽ സംഭവങ്ങൾ ഈ ഡിസ്ട്രിബ്യൂഷനുള്ള വണ്ടികളൊക്കെയാണ്. തന്നെ ആലോചിക്കുക എത്ര ആളുകൾ ഇവിടെ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ വന്ന് നിന്ന് ഏരിയയുടെ ആയിരിക്കും കേട്ടോ. കാരണം ഇതൊരു ധാക്ക മാർക്കറ്റാണ്. ബേസിക്കലി എന്താ പറയുക, നമ്മൾ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് മൈഗ്രൻസ് ഉള്ള ഏരിയാസ് കാണാം. ആ രാജ്യത്തെ മൈഗ്രൻസ് ഉള്ള ഏരിയാസ് ആ രീതിയിലേക്ക് അങ്ങായി മാറും. പക്ഷെ ഇത്രയും വൃത്തികെട്ട ഒരു മൈഗ്രൻസ് ഉള്ള ഏരിയ ഞാൻ വേറെ കണ്ടിട്ടില്ല കേട്ടോ. അതായത് ഇത്രയും വൃത്തികേടാക്കി വെച്ചിരിക്കുന്ന ഒരു മൈഗ്രൻസിൻ്റെ ഏരിയ ഞാൻ വേറെ കണ്ടിട്ടില്ല. കാരണം നമ്മൾ പല സ്ഥലത്തും ലിറ്റിൽ ഇന്ത്യ എന്നും അതേപോലെ തന്നെ ഇന്ത്യൻ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ പല സംഭവങ്ങളും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, പല രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വൃത്തികേടായിട്ടുള്ളൊരു ഏരിയ ഞാൻ ഒരു രാജ്യത്ത്, പ്രത്യേകിച്ച് അതും യൂറോപ്പിലൊക്കെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയാം. UK-ലുള്ളവർ ഈസ്റ്റാമിനെ കുറ്റം പറയും. അയ്യോ പറ്റും പറയല്ലേ, ഈസ്റ്റാമൊക്കെ സ്വർഗ്ഗമാണ്, ഈസ്റ്റാമൊക്കെ എത്ര അടിപൊളിയാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. എന്തിന് നമ്മൾ ദുബായിലും ഗൾഫിലും അവിടെയൊക്കെ ഇന്ത്യക്കാരില്ലേ, എത്ര രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ട്, പാകിസ്ഥാനികളുണ്ട്, ബംഗ്ലാദേശികളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇത്തരത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുപോലെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ഇതുപോലെ ഇത്രയും വൃത്തിയോടെ കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ, കാണൂല. ഞാനങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് പഞ്ചാബി ടിക്ക റെസ്റ്റോറൻറ്റിൽ തന്നെ വന്നു. ഇതാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്ന ഏക റെസ്റ്റോറൻറ്റ്. രാവിലെ അകത്ത് ആൾക്കാരും ഉണ്ട്, വേറെ റെസ്റ്റോറൻറ്റിലൊന്നും ആരും ഇല്ല. ഇത് ഇവിടുത്തെ ഒരു മെസ്സോ റേഷൻ കടയോ അങ്ങനത്തെ എന്തോ സെറ്റപ്പൊക്കെയാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഫുഡാണ് ഇവിടെ. രാവിലെ മറ്റേ ഇന്നലെ നമ്മൾ രാത്രി വന്നപ്പോൾ കണ്ട സെയിം സംഭവങ്ങളൊക്കെ തന്നെയാണുള്ളത്. ചോറും പുലാവും പിന്നെ ബിരിയാണി, ചിക്കൻ, അങ്ങനെ സാധനങ്ങളൊക്കെ. ഞാനൊരു ചന മസാലയും പിന്നെ ഒരു റൊട്ടിയും പറഞ്ഞിട്ടുണ്ട്. ഇത് ഇവരുടെ ആസ്ഥാന ഭക്ഷണമാണ്, ഇവരുടെ റൊട്ടി, പാകിസ്ഥാനി റൊട്ടി. പിന്നെ അസ്യൂഷ്വൽ അവരുടെ സലാഡ്, പിന്നെ ഇതാണ് ചന മസാല. ഇന്നലെ കൊണ്ടുവന്ന സെയിം പാറ്റേണിലാണ് തന്നിരിക്കുന്നത്. ഒരു ചന മസാല, ഒരു ചായ, 2 റൊട്ടി, ഒരു കുപ്പി വെള്ളം, ഇതെല്ലാം കൂടെ എനിക്ക് വീണ്ടും ആയത് €6. €6 എന്തോന്നടി, ഒരു ചായയൊക്കെ പുറത്തുനിന്ന് കുടിക്കണമെങ്കിൽ തന്നെ ഒരു €3, €4 ഒക്കെ ആവും. അത് ഭയങ്കര ചീപ്പായിട്ടാണ് അവർ സെല്ല് ചെയ്തത്. കാരണം ആലോചിക്ക്, നമ്മൾ ഈ കാണുമ്പോഴത്തേക്കിനും ഇവരൊക്കെ
ഇമിഗ്രൻസ് അല്ലേ എന്തൊക്കെ പറഞ്ഞാൽ അവരൊക്കെ അവരുടെ നാട്ടിൽ ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും എവിടെയാണെങ്കിലും നല്ല കച്ചറ എവിടെയാണെങ്കിലും അവർക്ക് അവരുടെ നാട്ടിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ വിട്ടിട്ട് വേറൊരു രാജ്യത്ത് വന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ജീവിക്കണ്ടേ? അപ്പം എന്തായാലും നല്ലൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ചെറിയ പൈസയ്ക്ക് ഫുഡ് കൊടുക്കുന്നില്ലേ അവർ, അല്ലേ? ആ റെസ്റ്റോറൻറ്റുകളാണെങ്കിലും പലതും. എന്തായാലും വളരെ ലിമിറ്റഡ് ടൈമായിരുന്നു എനിക്കിവിടെ ആഥൻസിലുണ്ടായിരുന്നത്. ഇതൊന്നും അല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ഞാനിവിടെ 2 ദിവസമെങ്കിലും നിന്നാൽ മാത്രമേ എനിക്ക് ഇവിടുത്തെ ആക്രോപോളിസും പിന്നെ അതേപോലെ തന്നെ കുറേ ഇവിടുത്തെ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ഒക്കെ പോയി കാണാൻ പറ്റുള്ളൂ. അതിനുള്ള സമയം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പം മുന്നോട്ട് ഫർദർ നീങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ നേരെ തിരിച്ച് ഹോട്ടലിൽ പോയിട്ട് ബാഗ് എടുത്തിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പത്രാസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകേണ്ടത്. പത്രാസിൽ പോയിട്ട് നമുക്ക് കുറച്ച് പത്രാസ് കാണിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ശരിയായിപ്പോൾ അല്ലേ? സോറി. റോഡിൻ്റെ നടുക്കൊക്കെ മറ്റേ ഓറഞ്ച് ഉണ്ടായി നിൽക്കുന്നത് കണ്ടില്ലേ? നമ്മളെ ഇന്നലെ രാത്രി കണ്ട ആക്രോപോളിസും സമീപത്തെ സ്ഥലങ്ങളൊക്കെയാണ് ആ കാണുന്നത്. ഇന്ന് ഫുള്ള് മഴക്കാലം കൂടെ ആയതുകൊണ്ട് ഒരു ഭംഗിയില്ല കാണാൻ. ശരിക്കും സമ്മറിലൂടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഭയങ്കര രസമാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഞാൻ വീഡിയോസും കുറേ കണ്ടിട്ടുണ്ട്. അയ്യോ, എന്തായാലും ഇതാണ് നമ്മുടെ ആഥൻസ് നഗരം. ആഥൻസ് നഗരത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതിനകത്ത് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും വേർഷൻസൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇതിപ്പോൾ പകലൊക്കെ നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ സത്യം പറഞ്ഞാൽ എന്താ പറയുക, ലൈക്ക് എനിക്കങ്ങനെ വലിയൊരു ചാമൊന്നും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. രാവിലെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ നേരം നോക്കിയപ്പോഴത്തേക്കിനും 1 മണിക്കൂറായിട്ട് എന്നോട് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതാണെ വരുന്നുമില്ല. എന്ത് കഷ്ടമാണ്. ഇനി 7 നില ഞാൻ മിക്കവാറും നടന്നിറങ്ങേണ്ടി വരും. ഓരോരോ പരിപാടികൾ. ലിഫ്റ്റ് വരുന്നില്ല. എന്ത് ചെയ്യാണ് ഇവിടെ? ഇവർ പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ അല്ലേ? വെറുതെ അല്ല. ഇത് കഷ്ടമാണ് ചെയ്യും. ഇവരെല്ലാ ഫ്ലോറിലും നിർത്തിയാണ് വന്നുകൊണ്ടിരുന്നത് തോന്നുന്നു. ഇപ്പം ആവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ അവസ്ഥയായി. ഞാനിവിടെ ഈ ആഥൻസ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊന്നും എനിക്ക് ഇന്നത്തെ ദിവസം മൊത്തം പോകാം. ചെക്കിംഗ് ഔട്ട് 703. ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകാനേ ബസ്സൊന്നും കിട്ടൂല. അപ്പോൾ ടാക്സി വിളിച്ച്. How are you? The same. Same. It's raining today. Okay. Thank you. Yes. അങ്ങനെ 2 കിലോമീറ്റർ ഉള്ള ടാക്സി 5 യൂറോ കൊടുത്തിട്ട് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. ശരിക്കും ഉണ്ടല്ലോ ഒന്നുമില്ല. ഒരു രാജ്യ തലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനാണ്. നോക്കടേ, ആഥൻസ് സെൻട്രൽ സ്റ്റേഷനാണിത്. എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്ന് നോക്ക്. അയ്യോ കഷ്ടം. എന്തല്ലേ, ഒരു കുഞ്ഞ് സ്റ്റേഷനാണ്. ട്രെയിനുകളൊക്കെ ഉണ്ട് കുറേ, പക്ഷെ എന്നാലും ഒരു കുഞ്ഞ് സ്റ്റേഷനാണ്. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഞാനിവിടെ പ്രതീക്ഷിച്ചത്. അകത്ത് വന്നു. അകത്ത് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കോഫി മെഷീൻ, വെൻഡിങ് മെഷീൻ. നമ്മുടെ ട്രെയിൻ കിയാട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ട്രെയിൻ എടുക്കണം ഇനി. ഹായ്, ഐ നീഡ് ടു ഗോ ടു പാച്ച. So I have UAL pass. What time is the train? 12:35. Okay. Thank you. അതായത് നമ്മൾ ഇവിടെ നിന്ന് പത്ര എന്ന് പറഞ്ഞ ഒരു പോർട്ടിലേക്കാണ് പോകേണ്ടത്. പത്ര അവിടെ നിന്നാണ് നമുക്ക് ഇറ്റലിയിലേക്കുള്ള ഫെറി. 16 മണിക്കൂറുള്ള ഫെറിയാണ്. അത് ഈ കാരണം നമ്മൾ പോകുന്നത്. ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഫെറിയുടെ. ഫെറി വൈകിട്ട് 5:30-ക്കാണ്. അപ്പോൾ നമ്മളൊരു 4 മണി 4:30 ആകുമ്പോൾ അവിടെ എത്തണം. അപ്പോൾ ഇവിടെ നിന്ന് പത്ര പോകാനായിട്ട് ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് ആദ്യം കിയാട്ടോ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് ഞാൻ ട്രെയിനിൽ പോകണം. എന്നിട്ട് കിയാട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് പത്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 1.5 മണിക്കൂർ യാത്ര ബസ്സിൽ പോകണം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആ ഭാഗത്ത് ട്രെയിനിൻ്റെ എന്തോ ട്രാക്കിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ആ റൂട്ടിൽ ട്രെയിൻ ഓടുന്നില്ല. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് എനിക്ക് ട്രെയിനിൻ്റെ ടിക്കറ്റും ബസ്സിൻ്റെ ടിക്കറ്റും ഇവർ തന്നിട്ടുണ്ട്. ഇതിന് എനിക്ക് വേറെ പൈസ ഒന്നും കൊടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഓൾറെഡി ഞാൻ യൂറയിൽ പാസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വേറെ ടിക്കറ്റൊന്നും തന്നിട്ടില്ല. വേറെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രെയിനിൻ്റെ ടിക്കറ്റും ബസ്സിൻ്റെ ടിക്കറ്റും ഇവർ തന്നു. അതായത് ഈ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇവിടുത്തെ റെയിൽവേ ആണ്. ഈ കണക്ഷൻ ട്രെയിനിന് കണക്ഷനായിട്ട്. അപ്പോൾ ട്രെയിൻ ഓടാത്ത റൂട്ടിൽ ട്രെയിൻ പണിമുടക്കായതുകൊണ്ട് അവിടെ പകരം ബസ് ഓടിക്കുന്നു. ആ ബസ്സിൽ നമുക്ക് ട്രെയിൻ ആൾക്കാരാണ് ടിക്കറ്റ് തരുന്നത്. മനസ്സിലായില്ല? അങ്ങനെ സെറ്റപ്പ്. അപ്പോൾ ഇതാണ് പ്ലാറ്റ്ഫോം നമ്പർ 7 നിന്നാണ് നമ്മുടെ എന്താ പറയുക ഇത് വരുന്നത്, എന്തോന്ന് ട്രെയിൻ പോകുന്നത്. സോ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എപ്പോഴാണ് ട്രെയിൻ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് വെയിറ്റ് ചെയ്യണം. ഒരാളും തിരക്കും ബഹളവും ഒന്നുമില്ലാത്ത റെയിൽവേ സ്റ്റേഷൻ. ഈ രാജ്യ തലസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനാണ്. നീറ്റാണ്. എന്തായാലും ആരും താളം തിരക്കും ബഹളവും ഒന്നുമില്ല അല്ലേ? എന്തുകൂടാ, എന്ത് ചുന്ദരനാടാ നീ? ചുന്ദരിയാണോ? ഷൂ എന്ത് ഗുണ്ടുമണി പൂച്ച നോക്കി. അയ്യോടാ, തണുക്കുന്നുണ്ടോ വിട്ടാനൊക്കെ? ഇത് നോക്കി തടിമാടം പൂച്ച നോക്കി.
ചുന്ദര കുട്ടാപ്പി പൂച്ച അച്ചോടോ. എന്ത് മണക്കുന്നേ? മണക്കാനൊന്നും ഇല്ല. അങ്ങനെ രാവിലെ 11:30 കിയാട്ടോ പോകാനുള്ള എൻ്റെ ട്രെയിൻ ഇതാ വന്നിരിക്കുകയാണ്. ഹെലനിക് ട്രെയിൻ ടു കിയാട്ടോ. ട്രെയിനിനകത്തും അതും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഫുൾ കച്ചറയാക്കി വെച്ചിട്ടുണ്ടല്ലോ ട്രെയിനിനകമൊക്കെ. ഇവിടെയൊക്കെ റെയിൽവേ എന്തോ എക്സ്റ്റൻഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പുതിയ ട്രാക്ക് പണിയുന്നതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെ ചെയ്യുകയാണ്. ശരിക്കും ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും എനിക്കൊരിക്കലും ഒരു യൂറോപ്യൻ കൺട്രി ആയിട്ടൊന്നും തോന്നുന്നില്ല കേട്ടോ. ഇവിടെ ചില പഴയ ഓൾഡ് സിറ്റി നഗരങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും പഴയ കെട്ടിടങ്ങൾ കാണുമ്പോഴത്തേക്കിനും നമുക്കൊരു യൂറോപ്പ് വൈബ് കിട്ടും എന്നുള്ളതല്ലാതെ ഇതൊക്കെ ശരിക്കും നമ്മൾ നോർത്ത് ഇന്ത്യയിലൂടെയൊക്കെ പോകുന്ന പോലെ ഉണ്ട് എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്കിനും. ആഥൻസ് നഗരത്തിൽ നിന്ന് നമ്മുടെ ട്രെയിൻ വിട്ടതേ ഉള്ളൂ. ഒന്ന് ആലോചിക്കുക എന്താ അവസ്ഥ എന്നുള്ളത് ഉണ്ടോ. ഫുള്ള് സത്യം പറഞ്ഞാൽ നമ്മൾ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോകുമ്പോഴത്തേക്കിനും ഉള്ളതുപോലെ തന്നെയുള്ള കാഴ്ചകളാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇന്നാണെ പുറത്താണെങ്കിൽ മൊത്തം മഴയാന്ന് തോന്നുന്നു. ഇന്ന് മൊത്തത്തിൽ മഴയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതെന്തോന്നറിയ റോഡിൻ്റെ സൈഡിൽ ട്രാക്കിൻ്റെ സൈഡിൽ ഫുള്ള് കച്ചറിട്ട് വെച്ചിരിക്കുന്നു. ഈ രാജ്യം ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ. വരുന്ന വഴിക്ക് കുറേ കെട്ടിടങ്ങൾ കാണാമായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ബാംഗ്ലൂർ പോലെ ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയത്. വരുന്ന വഴിക്ക് കുറേ കടൽ തീരങ്ങളും അതേപോലെ തന്നെ പോർട്ടും അവിടെ ക്രൂസ് ഷിപ്പുകളൊക്കെ കിടക്കുന്നത് കാണാം. മഴക്കാറില്ലായിരുന്നെങ്കിൽ നല്ല അടിപൊളി വിഷ്വൽസ് എടുക്കായിരുന്നു. അടിപൊളി മോനെ, നല്ല കിടിലം ബീച്ചുകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷേ വിൻ്റർ ആയതുകൊണ്ടാണ് ഈ കളറ്. സമ്മർ ആകുമ്പോഴത്തേക്കിനും ഈ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി നല്ല അടിപൊളിയാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ആ കടൽ തീരത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നൈസ്. ഇത് ആക്ച്വലി മെഡിറ്ററേനിയൻ സീയുടെ ഭാഗമാണ്. പക്ഷേ ഈ ഒരു കടലിടുക്ക് പ്രദേശങ്ങളായതുകൊണ്ട് മെഗാര ഗൾഫ്, സരോണിക് ഗൾഫ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഈ ഐലൻഡുകളുടെ പേരിലൊക്കെ അറിയപ്പെടും. ഈ കാണുന്ന വില്ലേജൊക്കെ എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ല രസമില്ലേ കാണാൻ. പക്ഷേ ഇവിടുത്തെ വീടുകളൊക്കെ ഒരു നമ്മുടെ നാട്ടിലെ പോലത്തെ വീടുകളാട്ടോ. പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂർ, ആന്ധ്ര, തമിഴ്നാട് ഈ ഭാഗത്തൊക്കെ പണിയുന്ന പോലത്തെ ടൈപ്പ് വീടുകളാണ്. ട്രെയിൻ ആഥൻസിൽ നിന്ന് വിട്ടപ്പം അത്യാവശ്യം നിറച്ച ആളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കിയാട്ടോ എത്താറായപ്പോഴത്തേക്കിനും ട്രെയിൻ ഓൾമോസ്റ്റ് കാലിയായി. ഇപ്പോൾ നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ ആഥൻസ് നമ്മൾ കണ്ട പോലല്ല, ഭയങ്കര രസമുള്ള സ്ഥലങ്ങളിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. Next stop, Kyato. Kyato. Change here for the National Railway. This is the final stop. All Kyato, passengers Kyato. are kindly requested to disembark. ഇവിടെ മഴക്കാറാണ്. Thank you. അങ്ങനെ ഞാൻ ക്യാത്തോ എത്തിയിരിക്കുകയാണ്. ക്യാത്തോ ദൈവമേ, ഇതൊരു ഗ്രാമം ഗൈസ്. ക്യാത്തോ ഇവിടെ കൊച്ചു നഹി ഒന്നുമില്ല. 1 മണിക്കൂർ എന്നെ ഇവിടെ നോക്കട്ടെ. ഗ്രാമത്തിലെ ഒരു കുഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വൃത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ആ റെയിൽവേ സ്റ്റേഷൻ്റെ അണ്ടർപാസിലൂടെ പുറത്തേക്ക് ഇറങ്ങുന്നു. Where is the bus to Patra coming? In 1 hour. It will come here. ഓക്കെ, താങ്ക് യു. ഇതാണ് ക്യാത്തോ റെയിൽവേ സ്റ്റേഷൻ. അതായത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത ബസ് വരും എന്നാണ് പറഞ്ഞത്. കാരണം എനിക്ക് ശരിക്കും 12:30 ട്രെയിനിൽ കയറി ക്യാത്തോ വന്നാൽ മതിയായിരുന്നു. ഞാൻ 11:30 ട്രെയിനിൽ കയറി ക്യാത്തോ വന്നു. കാരണം അവിടെ ക്യാത്തോ എന്തെങ്കിലും കാണാമെന്ന് കരുതി വന്നാൽ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ജസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ 1 മണിക്കൂർ പോസ്റ്റാണ്. നമുക്ക് നോക്കാം. നമുക്ക് 1 മണിക്കൂർ സമയമില്ല. നമുക്ക് പുറത്തൊക്കെ ഒന്ന് നടന്നിട്ട് വരാം എന്താ അവസ്ഥ നോക്കിയിട്ട്. മഴക്കാറുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ പണിയാവും. അതാ പ്രശ്നം. ഇത് കണ്ടിട്ട് ഒലീവ് മരങ്ങൾ പോലെയുണ്ട്. നമ്മൾ അതന്നെ ഒലീവ് മരങ്ങളാണ് കേട്ടോ. അതേ ഒലീവ് ഉണ്ടോ, ഒലീവ് ഉണ്ടായി നിൽക്കുന്നത് കേട്ടോ. നോക്കി കണ്ടാ ഒലീവ്. ഞാൻ വരുന്ന വഴിക്ക് ട്രെയിനിൽ ഞാൻ കുറേ കണ്ടായിരുന്നു ഒലീവ് ഉണ്ടായി നിൽക്കുന്ന ഒലീവ് മരങ്ങൾ ഉണ്ടാവും. ഇത് ചുമ്മാ എടുത്ത് കഴിക്കാനും പറ്റത്തില്ല. ഇത് ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും. ഇത് വേറെ രീതിയിൽ പ്രോസസ്സ് ചെയ്തിട്ട് വേണം എടുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ഒലീവ് തോട്ടങ്ങളുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന പല രാജ്യങ്ങളും ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഒലീവിൻ്റെ മെയിൻ എക്സ്പോർട്ടേഴ്സാണ്. അതായത് ഏറ്റവും കൂടുതൽ ഒലീവ് ഉണ്ടാക്കുന്ന രാജ്യങ്ങളാണ്. അടിപൊളി. വിശന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ പറമ്പിൽ നിന്ന് ഓറഞ്ച് എടുത്ത് കഴിക്കാം. ഓറഞ്ച് നിൽക്കുന്നത് കണ്ടോ പൊന്നെ, ഇത് എന്ത് പാടേ ഇത്. ആരും ചോദിക്കാനും പറയാനേ ഇല്ല. അതേ ഇവിടെ റോഡിൻ്റെ സൈഡിൽ ഓറഞ്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഓറഞ്ച് എടുത്ത് കഴിക്കാം വിശന്ന് കഴിഞ്ഞാൽ കണ്ടാ. ഓറഞ്ച് മാത്രമല്ല, പിന്നെ മറ്റേ ലെമണോ അങ്ങനെ സംഭവമുണ്ട്. ഇത് കൃഷിസ്ഥലമാണ് കേട്ടോ. ഇത് അങ്ങനെ വെറുതെ എടുത്ത് കഴിക്കാൻ പറ്റത്തൊന്നുമില്ല. ഇത് കൃഷിസ്ഥലമാണ്. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഇത് മറ്റേ ലെമണല്ലേ ഈ സാധനം അല്ലേ? നമ്മൾ ഇവിടെ ലെമൺ ടീ ഒക്കെ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് കിട്ടുന്ന ലെമണാണ്. ഇത് നമ്മുടെ നാരങ്ങ അല്ല, ഇത് വേറൊരു ടൈപ്പ് ലെമണാണ്. കണ്ടില്ലേ? നമ്മളത് ലൈമല്ലേ? അങ്ങനെയല്ലേ? ലൈമും ലെമണും അതല്ലേ വ്യത്യാസം? ഇത് ലെമണാണ്. എന്താണല്ലോ ഇത് വേറെ ടൈപ്പ് നാരങ്ങ. ഇവരുടെ നാരങ്ങ. ഇവിടുത്തെ കർഷകരുടെയൊക്കെ വീടാണെന്ന് തോന്നുന്നു. ഇതൊരു കർഷകൻ്റെ വീടാണ്. ആ കർഷകൻ്റെ കൃഷിസ്ഥലമാണ് ഈ കാണുന്നത്. ഈ ഗ്രാമത്തിലെ ഒരു പഴയ തറവാടാണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞുണ്ടല്ലോ അവിടെ മറ്റേ ആ ഫുഡ് ഇന്നായിട്ട് കഴിച്ചിട്ടേ ആകെ ഒരു മസാലയുടെ മണം മൊത്തത്തിൽ.
എൻ്റെ ജാക്കറ്റിലൊന്നും അങ്ങനെ മസാലയുടെ മണമേ ഇല്ലാത്ത, കാരണം ഞാൻ ഇന്ത്യൻ ഫുഡ് കഴിക്കുന്നത് വളരെ കുറവാണ് ഇവിടെ. ഇപ്പോൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആകെ മൊത്തത്തിൽ മസാലയുടെ മണം. ഗ്യാസ് ഏമ്പക്കം വരുമ്പോൾ പോലും മസാലയുടെ മണം, ഒരു വൃത്തികെട്ട മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നാട്ടിൽ നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. നമ്മൾ പുറത്ത് പോയിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനുണ്ടല്ലോ, പുറത്തെ ഫുഡ് പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കിന് ചില സമയത്ത് അങ്ങനെയാണ്. വീടൊക്കെ കണ്ടോ, ഫുള്ള് ചെടിയൊക്കെ വെച്ച് ഗാർഡനൊക്കെ ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നത് നല്ലൊരു വീട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലൊരു വീട്. ഞാൻ നോക്കിയപ്പോൾ ഇവിടെ നിന്നൊരു 500 മീറ്റേഴ്സ് കടന്നു കഴിഞ്ഞാൽ സീസി എത്തും. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടേക്കൊന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ വണ്ടിയും ഗണ്ടിയും ടാക്സി അങ്ങനെ സംഭവമൊന്നും ഇല്ല. 500 മീറ്ററല്ലേ ഉള്ളൂ, നമുക്ക് നടക്കാം. ഇതേ ഇവിടുത്തെ ഒരു ഗവൺമെൻറ് സ്കൂളാണ്, ഉണ്ടല്ലേ നോക്കി. നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ് സ്കൂൾ ഇതിലും അടിപൊളിയാണല്ലോ. എന്താ സംഭവം എന്ന് മനസ്സിലല്ലേ നോക്കി, തുരുമ്പിച്ച ഗേറ്റും അതും ഇതൊക്കെ ആയിട്ടൊരു സെറ്റപ്പ്. ആ സ്കൂളിൻ്റെ മുമ്പിൽ വരെ എല്ലായിടത്തും ഗ്രാഫിറ്റി ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ന് സ്കൂൾ അവധിയാണെന്ന് തോന്നുന്നു. ഇവിടെ ആരെയും കാണുന്നില്ല, എന്നാലും ഒരു 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 ലുക്കില്ല അല്ലേ. മൊത്തത്തിൽ ദാരിദ്ര്യമാണ്. പക്ഷേ ഇതൊക്കെ കണ്ടില്ലേ, മിനി കൂപ്പറൊക്കെ കിടക്കുന്നത് കണ്ടോ, ബെൻസിൻ്റെ വണ്ടി കിടക്കുന്നുണ്ടല്ലേ, ഫുട്പാത്തിൽ ഇങ്ങനെ വെറുതെ കയറ്റിയിട്ടിരിക്കുകയാണ്. അത് ഏതോ ഒരു കമ്പനിയുടെ വാനാണ്. ബെൻസിനൊന്നും ഒരു വിലയില്ലടേ ഇവിടെ, ഏതോ ഒരു കമ്പനിയുടെ ഡെലിവറി വാനാണത്. നമ്മളവിടെ ബെൻസൊക്കെ ഭയങ്കര പ്രീമിയം ലക്ഷറി ഹൈ എൻഡ് സാധനങ്ങളല്ലേ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ബെൻസിൻ്റെ ടെമ്പോ ട്രാവലർ വരെയുണ്ട്, ലോക്കൽ ബസ്സുകൾ വരെ. നമ്മൾ കണ്ടല്ലേ സെൻട്രൽ ഏഷ്യയിലൊക്കെ പോയപ്പോഴത്തേക്കിനും മറ്റേ സ്പ്രിൻ്റർ, അത് ബെൻസിൻ്റെ ലോഗോയും വെച്ചോണ്ട് എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഇങ്ങനെയാണ് ഓടുന്നത്. പിന്നെ നമ്മുടെ വെൽഫെയറൊക്കെ ഇല്ലേ, വെൽഫെയറൊക്കെ ഇവിടെ സാധാരണ എന്താ പറയുക, നമ്മളവിടെ അങ്ങനത്തെ വണ്ടി ഏതാ പറയുക, ഞാൻ വെൽഫെയർ നമ്മുടെ അവിടെ ഭയങ്കര ലക്ഷറി അല്ലേ. പക്ഷേ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെൽഫെയർ എന്നൊക്കെ പറയുന്നത് സാധാരണ ഒരു നമ്മളവിടെ ഇന്നോവ ഓടുന്ന പോലെയാണ്, അത്രേ ഉള്ളൂ. ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ, ഇംഗ്ലീഷ് എക്സ്പ്രസ്, മറ്റേ IELTS അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിപ്പിക്കുന്ന വൊക്കാബുലറി, ഡിക്ഷണറി, പിന്നെ സ്റ്റഡി അബ്രോഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവർക്കും. അങ്ങനെ ഞാനിവിടെ കിയാത്തോ ജംഗ്ഷനിൽ നടന്ന് വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, പിന്നെ ഇവിടെ കുറേ കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു സ്ഥലം കേട്ടോ. ഇവിടുത്തെ ആളുകൾ താമസിക്കുന്ന ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ബീച്ചിലേക്ക് വണ്ടി കൊണ്ടുപോയിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ടോ. ഞാനവിടെ ബീച്ചിൻ്റെ സൈഡിലെത്തി. മോനെ ഇത് പൊളിച്ച് അടിപൊളി. ഇവിടെ കുറേ കോഫി ഷോപ്സൊക്കെ ഉണ്ട്, വിജനമാണ്. പിന്നെ ഇവിടെ കുറേ കസേരകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, ആരും ഇല്ല. മേ ബി വൈകിട്ട് ആകുമ്പോഴത്തേക്കിനും നല്ല ലൈവ്ലി ആവുന്ന സ്ഥലമായിരിക്കും. ഇത് ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല കേട്ടോ, ഇത് ലോക്കൽസിൻ്റെ വിനോദ കേന്ദ്രമാണ്. എനിക്ക് ഇത്രയും നല്ല സെറ്റപ്പ് നമുക്ക് അവിടെ ലോക്കൽസിന് പോലും നമുക്കില്ല, മനസ്സിലായില്ലേ. അടിപൊളി, ഇത് കൊള്ളാം കേട്ടോ സംഭവം. കുറേ ഐസ്ക്രീം ഷോപ്പുകളും കോഫി ഷോപ്പുകളും ബീച്ച് സൈഡിലെ റെസ്റ്റോറൻറ്റും. പെബിൾ ബീച്ചാണല്ലോ. എൻ്റെ ബാഗ് ഞാൻ നിലത്തിറക്കി വെച്ച്. ഓയ്യോ, മെഡിറ്ററേനിയൻ സീയിൽ ഗൾഫ് ഓഫ് കൊറിന്ത് എന്ന് പറയുന്ന ഒരു ഭാഗമാണിത്. ഗൾഫ് ഓഫ് കൊറിന്ത് ഭയങ്കര കാറ്റാണ്. കാറ്റ് എന്നുള്ളതിലുപരി പെബിൾ ബീച്ച് നോക്കി, അതായത് പെബിൾസാണ് കണ്ടോ, പെബിൾ ബീച്ചാണ് സെറ്റപ്പ്. അടിപൊളിയല്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ശരിക്കും നമ്മളിപ്പോൾ ആക്ച്വലി ഒരു കടലിടുക്ക് പോലത്തെ ഒരു സ്ഥലമാണ്. അങ്ങ് ദൂരെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കണ്ടോ മല കാണാൻ, കണ്ടോ ആ മലയുടെ മേളിൽ മഞ്ഞുണ്ട് കണ്ടോ, മഞ്ഞുള്ള മല. ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ നമുക്ക് വിൻഡ് മില്ലുണ്ട്, കാറ്റത്ര ഉള്ളതുകൊണ്ട് തന്നെ. പിന്നെ നല്ല തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതൊക്കെ ആ തിര അടിക്കുന്നുണ്ടെങ്കിൽ അതിങ്ങോട്ട് കയറി വരുന്നില്ല കേട്ടോ. ഇത്രയും വരുന്നുള്ളൂ, ഇവിടെ വരെ വരുന്നുള്ളൂ. ദാറ്റ്സ് ബ്യൂട്ടിഫുൾ. ഞാൻ മാത്രമല്ല ഇവിടെ ബീച്ചിൽ, വേറെ ഒരു മനുഷ്യനും ഇല്ല. കാറ്റാണ് ഗൈസ്. ഇതാണ് ശരിക്കും ഗ്രീസിലെ കടലിൻ്റെ കളർ എന്ന് പറയുന്നത്. സമ്മർ വേറെ വൈബാണ് സമ്മറിൽ വന്നു കഴിഞ്ഞാൽ. ഇതിപ്പോൾ വിൻ്ററിൽ തന്നെ ഇങ്ങനെയാണ്, സമ്മർ എന്തായിരിക്കും അല്ലേ. അത് പൊളിച്ച് എന്തായാലും തകർത്ത്, അത് രക്ഷയില്ലാണോ, സമ്മർ പൊളിച്ചില്ലേ. നമുക്കിനി തിരിച്ചു പോകുമ്പോഴത്തേക്കിനും നമ്മുടെ വണ്ടി വരാനുള്ള സമയമാവും. ഇവിടെ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്ത് ഭംഗിയോടെയാണല്ലേ ഇതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നതെന്ന് നോക്കി. അയ്യോ ബ്യൂട്ടിഫുള്ളോ അല്ലേ, ഞാൻ എക്സ്പെക്ട് ചെയ്തല്ല കേട്ടോ. നമ്മളിപ്പോൾ പോകുന്ന പത്രാസ് എന്ന് പറയുന്നത് ഇതിലും വലിയൊരു നഗരമാണ്, അത് വലിയൊരു സിറ്റിയാണ് ആക്ച്വലി പത്രാസ്. അവിടെയാണ് നമ്മുടെ പോർട്ടുള്ളത്, ഒരു പോർട്ട് സിറ്റിയാണ്. ഞാൻ തിരിച്ച് സ്റ്റേഷനിൽ വന്ന് ഈ തണുപ്പത്ത് ഒരു കൊക്കക്കോള വാങ്ങിച്ചു. എനിക്ക് കൊക്കക്കോള കുടിക്കാൻ തോന്നി. കൊക്കക്കോളയും കുടിച്ചുകൊണ്ട് ഞാനിവിടെ ബസ് വരുന്ന കാത്തിരിക്കുക. ഹെലനിക് ട്രെയിൻ, കുഞ്ഞ് ട്രെയിൻ. ഇത് വേറെ ഏതോ ട്രെയിനാണ്. ഇത് ഇവിടുത്തെ വീണ്ടും ലോക്കൽ ഓടുന്ന പോലത്തെ ഏതോ റീജിയണൽ ട്രെയിനാണ്, ബസ് ഓടുന്ന പോലത്തെ ഓടുന്ന ട്രെയിനാണ്. എന്തായാലും ഇവിടുത്തെ ഒരു ചെറിയ കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനായിരുന്നു. എന്തായാലും ഭയങ്കര നമ്മുടെ ബസ് വന്നല്ലോ, ഇതേ വന്നു നമ്മുടെ ബസ്. ഇങ്ങോട്ട് പത്ര. ഓക്കെ, ഞാൻ എൻ്റെ ബാഗ് ബസ്സിനകത്ത് വെച്ചു. ഇതാണ് നമ്മുടെ ബസ്. ഇത് ഹെലനിക് ട്രെയിനിൻ്റെ തന്നെ ബസ്സാണ്.
അയാൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ മറ്റേ ആഥൻസിൽ നിന്നുള്ള അടുത്ത ട്രെയിൻ വരും. ആ ട്രെയിൻ ഇവിടെ വന്ന് കാണും. അതിൽ നിന്നുള്ള കുറച്ച് ആൾക്കാർ ആരെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ പത്രാസിലേക്ക് പോകാനുണ്ടെങ്കിൽ, പത്രായിലേക്ക് പോകാനുണ്ടെങ്കിൽ ഈ ബസ്സിൽ വന്ന് കയറും. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ വേറെ ആരുമില്ല. വേറെ ആൾക്കാർ ഇത് വരുന്നുണ്ട്. ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും അവരും കൂടെ കയറി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കയറി കഴിഞ്ഞ് ബസ് വിടും. അങ്ങനെ നമ്മുടെ ബസ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പുറപ്പെട്ടു. ഇവിടെ നിന്ന് 110 കിലോമീറ്റർ ഉണ്ട് പത്രാസിലേക്ക്. പത്ര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് 110 കിലോമീറ്റർ ഇവിടുത്തെ റെയിൽവേ ആണ് ഈ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേറെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട, റെയിൽവേ ടിക്കറ്റിൻ്റെ കൂടെയാണ് ഇത് പോകുന്നത്. ഈ 110 കിലോമീറ്റർ ഉണ്ടല്ലോ, 1.5 മണിക്കൂർ കൊണ്ട് എത്തും, അല്ല 1.5 മണിക്കൂറിനുള്ളിൽ എത്തും. നമ്മൾ ഈ 100 കിലോമീറ്ററും പോകുന്നത് ഈ കാണുന്ന എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ്. ഗൾഫ് ഓഫ് കൊറിന്താണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പുറത്ത് നമുക്ക് ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ ട്രാക്ക് കാണാം. അതിനപ്പുറത്തായിട്ട് കടൽ തീരത്തായിട്ട് വീടുകളും കോട്ടേജുകളും ഗ്രാമങ്ങളും ഒക്കെ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കാണാൻ സാധിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു കടലിടുക്ക്. മെഡിറ്ററേനിയൻ സീയുടെ ഭാഗമായിട്ടുള്ള ആ ഒരു കടലിടുക്കിൻ്റെ സമീപത്തൂടെ 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ പത്ര നഗരത്തിലെത്തും. ഇത് കണ്ടോ, റെയിൽവേ ഒക്കെ പണിയുന്നത് കണ്ടോ. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ എത്താറായപ്പോഴത്തേക്കും ഇവിടെയൊക്കെ ട്രെയിനിൻ്റെ ആ ഒരു ട്രാക്കുകളൊക്കെ ഇട്ട് പണിയുന്നേ ഉള്ളൂ. ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. ഒരു 110 കിലോമീറ്റർ ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ കൂടി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് 1 മണിക്കൂർ എടുത്തുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ 110 കിലോമീറ്റർ കവർ ചെയ്തു. പിന്നെ താഴെ കൂടെയൊക്കെ റോഡുണ്ട്, ചെറിയ മറ്റേ എക്സ്പ്രസ് ഹൈവേക്ക് സമാന്തരമായിട്ടുള്ള ടോള് കൊടുക്കാത്ത റോഡ്. അങ്ങനെ നമ്മൾ പത്രാസ് നഗരത്തിൽ വന്നപ്പം കുഴപ്പമില്ല കേട്ടോ. ഇത് നമ്മൾ ആഥൻസ് കണ്ട പോലെ ഒന്നും അല്ല. ഇത് കുറച്ചും കൂടെയൊക്കെ വൃത്തിയുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ അടിപൊളി ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കട്ടെ എങ്ങനെ അവസ്ഥയെന്ന്. എൻ്റെ നോക്ക്, അടിപൊളി. ഇത് ശരിക്കും ബീച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീച്ചല്ല, എന്നാൽ ബീച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീച്ചാണ്. അതാണ് ഇതിൻ്റെ അവസ്ഥ. കിടിലൻ സ്ഥലം കേട്ടോ, കിടിലൻ ഏരിയ കേട്ടോ. നമ്മളിപ്പോൾ ആക്ച്വലി ആ ഒരു കടലിടുക്കിൻ്റെ അന്ത്യഭാഗത്താണിത്. അപ്പോൾ അവിടെയാണ് പോർട്ടുള്ളത്. ആ ഭാഗത്തേക്കാണ് നമ്മൾ പോത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കപ്പലിൽ കയറി ഇറ്റലിക്ക് പോകാം. ഇറ്റലിയിൽ നിന്ന് നിങ്ങൾക്ക് കപ്പലിൽ കയറി ഗ്രീസിലേക്ക് വരാം. ഇറ്റലിയിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 മണിക്കൂറിൻ്റെ ഒരു കപ്പലാണ്. അത് വേറൊരു സ്ഥലത്തുനിന്നാണ്, ഇവിടെ നിന്നല്ല. ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ ഭയങ്കര പാടായിരുന്നു പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി. അതാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തത്. ഇതാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് വഴി ആഥൻസിൽ നിന്ന് എത്താൻ എളുപ്പമുള്ള സ്ഥലം. മറ്റത് കുറച്ച് പാടായിരുന്നു ആ സ്ഥലം എത്താനായിട്ട്. അത് 9 മണിക്കൂറേ ഉള്ളൂ. അത് ഓവർനൈറ്റ് ഫ്രീയാണ്, പകൽ ഫ്രീ ഒന്നുമില്ല, എല്ലാം രാത്രിയാണ്. ഇതും ഓവർനൈറ്റ് ഫ്രീ ആണ്. അതൊന്ന് 16 മണിക്കൂറുണ്ട്. രണ്ടും സെയിം റേറ്റാണ് രണ്ടും. അമ്മയെ ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ടോ എനിക്ക്. ഒരു സൈഡിൽ എനിക്കിവിടെ കടൽ കാണാം. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമുക്ക് മഞ്ഞുമല കാണാം. അതേ കണ്ടോ, ദൂരെ മഞ്ഞുമല കണ്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ യൂറോപ്പ് ട്രിപ്പ് വരുവാണെങ്കിൽ ഒരിക്കലും ഇവിടുത്തെ വലിയ സിറ്റികളിൽ പോകരുത്. അവിടെ നമുക്കൊരു കുന്തവും കാണാൻ പറ്റില്ല. യൂറോപ്പിൽ എന്ത് ഭംഗിയുള്ള സ്ഥലം കാണണമെങ്കിലും അവിടുത്തെ യൂറോപ്യൻസിൻ്റെ യഥാർത്ഥ ലൈഫ് കാണണമെങ്കിൽ ഒരിക്കലും സിറ്റി പോകരുതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ചെറിയ നഗരങ്ങളിൽ പോവുക, ചെറിയ ഗ്രാമങ്ങളിൽ പോവുക. ഈ ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മസ്റ്റായിട്ട് ഇപ്പോൾ ഐഫൽ ടവർ കാണണമെങ്കിൽ പാരീസിൽ പോയാലല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ നമ്മളിവിടെ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇറങ്ങുന്നു. താങ്ക് യു. ബൈ. അപ്പോൾ നമ്മൾ നമ്മുടെ റെയിൽവേ കമ്പനിയുടെ ബസ്, അതായത് മറ്റേ ഹെലനിക് ട്രെയിനിൻ്റെ ബസ് നമ്മളെ ഇവിടെ പത്രായിലെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ കൊണ്ടുവിട്ട് ഇവിടെ നിന്ന് ഈ ഫെറി ടെർമിനലിലേക്ക് 2 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പത്ര ഫെറി ടെർമിനൽ, പത്ര എന്ന് പറഞ്ഞ നഗരം വളരെ മനോഹരമായിട്ടുള്ള ഒരു സീസൈഡ് പോർട്ട് സിറ്റിയാണ് പത്ര നഗരം എന്ന് പറയുന്നത്. കേട്ടോ, പത്ര റെയിൽവേ സ്റ്റേഷൻ. ഇത് കാണുമ്പോഴത്തേക്കിനും നമ്മുടെ മറ്റേ ഇതില്ലേ, എന്താ പറയുക, നമ്മുടെ ഊട്ടി ട്രെയിനൊക്കെ ഇല്ലേ, അതേപോലത്തെ ഒരു ചെറിയ പഴയ കുഞ്ഞ് റെയിൽവേ സ്റ്റേഷനാണ് ആ ഭാഗത്തൊക്കെ ഉള്ള പോലെ തന്നെ. ഇവിടെ ട്രാമുകൾ ഓടുന്നുണ്ട്. ഇവിടെ നിന്ന് പോർട്ടിലേക്ക് പോകാനായിട്ട് ട്രാം കിട്ടുമെന്ന് എനിക്ക് അറിയാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങി ചുറ്റി നടന്നിട്ട് നമുക്ക് പതുക്കെ പോർട്ടിലേക്ക് പോയാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ട്രാമിൽ കയറി പോകണം. ഈ സാധനം കണ്ടോ, ഇത് ഇവരുടെ ട്രാം പോലത്തെ എന്തോ ഒരു സെറ്റപ്പാണ്. കണ്ടോ, ഇത് ജനറേറ്ററോ എന്തൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനത്തെ എന്തോ ഒരു ട്രാം പോലത്തെ സെറ്റപ്പാണ് ഇത്. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെറിയൊരു ദൂരം, ഒരു 5-10 കിലോമീറ്ററൊക്കെ ഓടിക്കുന്നൊരു സാധനം. പത്ര കടൽ തീരത്തായിരിക്കുന്ന ആ ഒരു ട്രെയിൻ സ്റ്റേഷൻ. ഇത് ഭംഗിയാണെന്നറിയോ ഈ ഭാഗം കാണാനായിട്ട്. രക്ഷയില്ല. നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. പ്രശ്നം എന്നറിയോ, ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ പോകണം പോർട്ടിലേക്ക്. അതെങ്ങനെ പോകും എന്നുള്ളതാണ് ഞാനിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്നത്. നോക്കട്ടെ. ഇവിടെ ഞാൻ മിക്കവാറും വള്ളിയാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കട്ടെ. എന്തായാലും ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നാളെ നമുക്ക് കപ്പലെടുത്തിട്ട് നമ്മൾ ഇറ്റലിയിലേക്ക് പോകുന്ന കാഴ്ച കാണാം. നമ്മുടെ KLTUK യാത്രയിൽ
നമ്മൾ ആദ്യമായിട്ടാണ് ഒരു രാജ്യത്തുനിന്ന് മറ്റൊരു രാജ്യത്തേക്ക് കപ്പലിൽ പോകാൻ പോകുന്നത്. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് മാക്സിമം 99% നമ്മൾ ഈ യാത്രയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1, 2, 3, 4 തവണ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കപ്പലെടുത്തിട്ട് നമ്മളൊരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്തേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. അതും 16 മണിക്കൂർ വരുന്ന ഒരു കപ്പൽ, ശരിക്കും ഒരു ക്രൂസ് ട്രിപ്പ് പോലത്തെ എക്സ്പീരിയൻസ് ആയിരിക്കും. സോ നാളത്തെ വീഡിയോ മിസ് ചെയ്യരുത്. ഡോണ്ട് മിസ് ഇറ്റ്. Super excited for that. See you guys tomorrow. Bye bye.